Ummi's Tasty Hut. അസ്സലാമലൈക്കും. ഇന്ന് കാണിക്കുന്നത് മാങ്ങ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് റെസിപ്പിയാണ്. നോമ്പ് തുറ സമയത്തൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പേ ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 കപ്പ് നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കട്ടായി പോയതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് ഒന്ന് പൾസിലിട്ട് അടിച്ചെടുക്കണം, എന്നാലേ ജ്യൂസിന് നന്നായി അടിഞ്ഞു കിട്ടും. പൾസിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ഇത് നന്നായി അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 ഗ്ലാസ് ജ്യൂസിൻ്റെ അളവാണ്. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഐസ് ക്യൂബ്സ് ഒന്നും ഇടാതെയാണ് ജ്യൂസ് അടിച്ചിട്ടുള്ളത്. കാരണം നോമ്പ് തുറ സമയത്ത് ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ട് നല്ല തണുത്ത ജ്യൂസ് കുടിക്കുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അടിച്ചു നോക്കാം. ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്ത് നല്ല തണുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ജ്യൂസ്. എല്ലാതെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. നല്ലൊരു റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്